+2 തുല്യത മലയാളം പാഠപുസ്തകത്തിലെ ജൈവകൃഷി എന്നുള്ള പാഠഭാഗത്തിൻ്റെ അവതാരണ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൽ ഇന്ത്യയിൽ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പകുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ നിന്ന് അതിൽ പഠിച്ച കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജൈവകൃഷിയിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് എന്തിന്? അപ്പോൾ ജൈവ വളങ്ങൾക്കും അതേപോലെ ജൈവ കീടനാശിനികൾക്കും. അടുത്ത ചോദ്യം ജൈവകൃഷിയിലെ 2 പ്രധാന തത്വങ്ങൾ എന്തെല്ലാം? രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കണം, അതേപോലെ ജൈവ കീടനാശിനികളെ രാസകീടനാശിനികൾക്ക് പകരം ഉപയോഗിക്കണം എന്നുള്ളത്. ഇനി 1 ഇഞ്ച് മേൽമണ്ണുണ്ടാകാൻ ഉദ്ദേശം എത്ര വർഷങ്ങൾ വേണ്ടിവരും? 1 ഇഞ്ച് മേൽമണ്ണുണ്ടാകാൻ 1000 വർഷത്തോളം എടുക്കും. ജൈവ കൃഷിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? സർ ആൽബർട്ട് ഹൊവാർഡിനെയാണ് ജൈവകൃഷിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ജൈവകൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ കൃത്രിമമായി നിർമ്മിച്ച രാസവളങ്ങൾ, കീടനാശിനികൾ, വളർച്ചാ സഹായികൾ ഇവ ഉപയോഗിക്കാതെ ജൈവവളങ്ങളായ കാലിവളം, കമ്പോസ്റ്റ്, പച്ചിലവളം, മറ്റ് ജൈവ വസ്തുക്കളെ ഇവ മാത്രം ഉപയോഗിച്ച് നടത്തുന്ന കൃഷിരീതിയാണ് ജൈവകൃഷി. ഇത്രയാണ് അവധാരണ ചോദ്യങ്ങളിൽ വരുന്നത്. ഇനി അതിലെ അപഗ്രഥന ചോദ്യങ്ങൾ. ജനസംഖ്യ കൂടിയതിനനുസരിച്ച് ഭക്ഷ്യോൽപാദനം കൂട്ടാൻ രാസവളങ്ങളും കീടനാശിനികളും സാങ്കേതിക വിദ്യയും സഹായിച്ചു. ഇതിലൂടെ ഉൽപാദനം കൂട്ടാനായെങ്കിലും അതിലധികം ദോഷങ്ങളുണ്ടായി. ഈ അഭിപ്രായം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അപ്പോൾ ഉൽപാദനം കൂട്ടാൻ പറ്റി, പക്ഷേ ദോഷങ്ങളുണ്ടായി. എന്തായിരുന്നു ദോഷങ്ങൾ? ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടായി. മേൽമണ്ണ് മുഴുവനും നശിച്ചു. മണ്ണ്, വായു, ജലം എന്നിവയൊക്കെ മലിനമായി. ഇതാണ് ദോഷങ്ങൾ. അപ്പോൾ കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഖണ്ഡികയായിട്ടാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം ജൈവകൃഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ജൈവകൃഷിയെക്കുറിച്ച് ചുരുക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്ത മണ്ണ് സംരക്ഷണത്തിന് ജൈവകൃഷിയിൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ അടിസ്ഥാനം വ്യക്തമാക്കുക. രാസവളങ്ങൾ, രാസകീടനാശിനികൾ, കൃത്രിമ വളർച്ചാ സഹായികൾ തുടങ്ങിയവ ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ മണ്ണിൻ്റെ പോഷക സമൃദ്ധി പരിഗണിക്കുന്നുണ്ട്. ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു. ഇനി അതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജലസംരക്ഷണത്തിന് ജൈവകൃഷിയിൽ ഊന്നൽ നൽകുന്നതിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതാനാണ്. ജലം കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ജലത്തിന് ക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ ജലസംരക്ഷണത്തിന് ഇവിടെ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ മഴവെള്ളം സംഭരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. വേനൽക്കാലത്ത് ജലക്ഷാമവും വരൾച്ചയും അതേപോലെ വർഷക്കാലത്തെ വെള്ളപ്പൊക്കവുമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രണ്ടും ജലസംരക്ഷണത്തിന് വേണ്ട പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇനി അതിലെ അടുത്ത ചോദ്യം വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. ഒരു വിലയിരുത്തൽ ചോദ്യമാണുള്ളത്. മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് 100% ജൈവകൃഷി തന്നെയാണ് ഉത്തമം. ജൈവകൃഷിയുടെ പ്രാധാന്യവും പ്രസക്തിയും പാഠഭാഗത്തെ ആസ്പദമാക്കി ഉപന്യസിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാസവളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയവ പ്രകൃതിയുടെ താളം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ്, വായു, ജലം എന്നിവ മലിനപ്പെടുന്നു. ജൈവകൃഷി പ്രകൃതി അനുകൂലമായിട്ടുള്ള കൃഷി രീതിയാണ്. സ്വാഭാവികമായിട്ടുള്ള വളങ്ങൾ മാത്രം, അതായത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണ് ജൈവകൃഷി എന്ന് പറയുന്നത്. അതേപോലെ ജൈവ കീടനാശിനികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം
നൽകുന്നു. അപ്പോൾ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ജൈവ കൃഷി അത്യാവശ്യമാണ് എന്നാണ് പറയും. ഇനി അതിലെ തുടർ പ്രവർത്തനങ്ങളാണ്. തുടർ പ്രവർത്തനങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ജൈവ കൃഷിയെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ പുറത്തിറക്കിയിട്ടുള്ള ലഘുലേഖകൾ, ഡോക്യുമെൻ്ററികൾ തുടങ്ങിയവ ശേഖരിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ, പ്രദേശത്തെ കൃഷിഭവൻ സന്ദർശിച്ച് ജൈവ കൃഷി രീതിയിൽ വീട്ടുവളപ്പിൽ പച്ചക്കറി വളർത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ കൃഷി ഓഫീസറോട് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഒരു ജൈവ കൃഷിയിടം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതിലത്തെ പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ജൈവ കൃഷി ചെയ്യുന്നതും അതേപോലെ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതൊക്കെ അധിക ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് തുടർ പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. പിന്നെ അവിടെ കുറച്ച് ജൈവവളങ്ങളെക്കുറിച്ചും ജൈവ കീടനാശിനികളെക്കുറിച്ചൊക്കെ പാഠഭാഗത്തിൻ്റെ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അതിൽ ജൈവവളങ്ങളെക്കുറിച്ച് പറയുന്നത് കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ജീവാണുവളം തുടങ്ങിയിട്ടുള്ള അവയാണ്. അതേപോലെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് പറയുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ എമൽഷൻ, വേപ്പിൻ കഷായം, വേപ്പിൻ പിണ്ണാക്ക്, പുകയില കഷായം, ഗോമൂത്ര കാന്താരിമുളക് മിശ്രിതം, പായ ജലസത്ത്. അപ്പം ഇത്രയും ജൈവ കീടനാശിനികളെക്കുറിച്ചും അതേപോലെ ജൈവ വളങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്.